ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇണയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ നമ്മളമ്മാനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പഠിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിന് ഹവ്വാ ബീവിയെ വിവാഹം ചെയ്യണമെന്നുണ്ടായി. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറഞ്ഞു, മഹറില്ലാതെ വിവാഹം നടക്കൂല, അതുകൊണ്ട് മഹർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാക്ക് മഹർ കൊടുത്തത് ആദം നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയായിരുന്നു. ആദം നബി മരിക്കണതിൻ്റെ സമയത്ത് 1,00,000 പേരെ കുട്ടികളുണ്ടായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാം വഫാത്താവാനായപ്പോഴേക്ക് മഹാനവറുകൾക്ക് 1,00,000 പേരെ കുട്ടികളുണ്ടായി എന്നതാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിജയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തായിരുന്നു മഹർ എന്നതാണ് അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദ്യമായി ഇണചേർന്നത് ഭൂമിയിൽ വന്നതിന് ശേഷം ദുൽഹിജ്ജ 9 അറഫയിലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇണചേരൽ പഠിപ്പിച്ചതിൻ്റെ ശേഷമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ദുൽഹിജ്ജ 9 അറഫ ദിവസം എന്ന് പറയുന്നത്. അറഫ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ഭൂമിയിൽ വന്നതിന് ശേഷം അവിടുന്നാണ് കണ്ടുമുട്ടിയത് എന്നതാണ് അറഫൻ്റെ പ്രത്യേകത. ദുൽഹിജ്ജ 8 ആ സ്ഥലം ആടിനെ നോക്കാൻ പറ്റിയ സ്ഥലമാണ്. ദുൽഹിജ്ജ 11 ആ സ്ഥലം ഒട്ടകത്ത് നോക്കാൻ പറ്റിയ സ്ഥലമാണ്. ദുൽഹിജ്ജ 9 ഉച്ചയ്ക്ക് ശേഷം അവിടെ ദ്വാരനാൽ ഇജാബത്തുള്ള സ്ഥലമാണ്. എന്തേ പ്രത്യേകത? നബിതങ്ങളുടെ മേൽ മഹറായിട്ട് സ്വലാത്ത് ചൊല്ലി മഹർ കൊടുത്ത ആദം വല്ലിപ്പ എന്ന പുതിയാപ്പിളയും ഹവ്വാ വല്ലിമ്മ എന്ന പുതിയെണ്ണും കൂടിയും ഭൂമിയിൽ വന്നാദ്യമായി കണ്ടുമുട്ടുകയും അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഇണചേരാൻ പഠിപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് അറഫ എന്നതാണ് അറഫയുടെ പ്രത്യേകത. കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ എന്ന് മാത്രമല്ല, ബിസിനസ് വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്, ആഫിയത്ത് ഉണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുട്ടികൾ നന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സ്ഥാപനം വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് സംഗതി വിജയിക്കണമെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് വിജയിക്കുക, അല്ലേ പരാജയപ്പെടും. മുഅ്മിനിന്റെ വിജയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരായി അറിയപ്പെടുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. മുഅ്മിനീങ്ങളുടെ വാപ്പയായി അറിയപ്പെടുന്ന ഒരാളാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം നബിതങ്ങൾ ഇബ്രാഹിം നബിനെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്. മില്ലത്ത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ അന ഫീ മില്ലത്തി അബീ ഇബ്രാഹിം. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബിൻ്റെ മാർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ വാപ്പ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിനെ കുറിച്ചാണ്. മുഅ്മിനീങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. ആയിഷത്തും വ ഹഫ്സത്തും വ സൗദ സഫിയത്തും മൈമുനത്തും വ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായി അറിയപ്പെടുന്ന ആൾക്കാർ. അള്ളാൻ റസൂൽ വഫാത്താകുന്ന സമയത്ത് ഞമ്മക്ക് 9 ഉമ്മമാര് ഹയാത്തിലുണ്ട്. നബിതങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. നബിതങ്ങൾക്ക് എല്ലാ കുട്ടികളും ഉണ്ടായത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലാണ്. ഇബ്രാഹിം എന്ന ഒരു ആൺകുട്ടി മാത്രം മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിലുണ്ടായി. ബാക്കിയുള്ള എല്ലാ ഭാര്യമാരിലും മക്കളുണ്ടായില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യം വിവാഹം കഴിച്ചത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം വീട്ടിലെന്തേലും പ്രധാനപ്പെട്ട സൽക്കാരങ്ങളോ ഒരാടിനറുക്കെ ഒരു കോയിനറുക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ നല്ലൊരു കുറകെടുത്തിട്ട് നബിതങ്ങൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികൾക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തേക്കും. ഒരു ദിവസം ഇത് വല്ലാതെ ഓവറായ പൊരീസ ആയിഷ ബീവി ചോദിച്ചു, നബിയെ നിങ്ങളിങ്ങനെ എപ്പോഴും ഖദീജ ഖദീജ ഖദീജാൻ്റെ കൂട്ടുകാരികൾ ഖദീജക്ക് വേണ്ടപ്പെട്ടവർ എന്നൊക്കെ പറയലുണ്ടല്ലോ,
ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായിരുന്ന ഖൗല ബിവി റളിയല്ലാഹു അൻഹയാണ് നബി തങ്ങൾക്ക് രണ്ടാമത്തെ വിവാഹം ഉണ്ടാക്കിയത്. അങ്ങനെ നബി തങ്ങൾ എപ്പോഴും ഖദീജ ബിയുടെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ അതൊരു തള്ളയായിരുന്നില്ല നബിയെ എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഖദീജയേക്കാൾ ഖൈറായ ധാരാളം ഭാര്യമാർ നിങ്ങൾക്ക് വേറെയും ഉണ്ടായിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖദീജ വലദത്തിനി ഇബ്നഹ, ഖദീജ എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നു, ബാക്കിയുള്ള ആരും എനിക്ക് മക്കളെ പ്രസവിച്ചു തന്നിട്ടില്ല. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും എത്ര തള്ളയാലും ഖദീജന്റെ കുട്ടികളമ്മയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഈ ചരിത്രത്തിൽ മനസ്സിലാകുന്നത്. കുട്ടികളമ്മ എന്ന് പറഞ്ഞത് വലിയൊരു സ്ഥാനമാണ്. ഒരു പെണ്ണിന് എല്ലാ സ്ഥാനവും ലഭ്യമാകുന്നത് പ്രസവത്തോടുകൂടിയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലി അവൾക്ക് എഴുതപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രസവിക്കാത്തവർക്കൊരു മഹത്വമില്ല എന്ന് ഞാൻ പറയണില്ല. പ്രസവിക്കുന്നവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മക്കളെ നോക്കലാണ്. എന്നാൽ പ്രസവിക്കാത്തവരെ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. ആയിഷ ബീവി പ്രസവിച്ചിട്ടില്ല, എന്നാൽ ലോകം അറിയപ്പെട്ട പണ്ഡിതയാണ് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. 2600-ലധികം ഹദീസുകൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ അടുക്കൽ നബി തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. വേറെ ഒരു ഭാര്യയുടെ കൂടെ നബി തങ്ങൾ കിടക്കുമ്പോഴും വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടില്ല. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശരീരവും ചേർന്ന് കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതെ കിടക്കുന്ന സമയത്ത് വഹിയുമായി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണ. ആയിഷ ബീവിന്റെ അടുത്തേക്ക് മാത്രമാണ് വഹിയേറ്റ് പോകാൻ പറ്റിയ സ്ഥലമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന് മനസ്സിലായിരുന്നു എന്നതാണ് അതിന്റെ രഹസ്യം. അപ്പോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. കുട്ടികളുള്ളവരുടെ ഡ്യൂട്ടിയാണ് നമ്മൾ പറയുന്നത്. കുട്ടികളില്ലാത്തവരുടെ ഡ്യൂട്ടി എന്താന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അതിൽ വേഗം വിജയിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാകുക ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് ആൾക്കാരെന്താ പറയാന്നുള്ളതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. മക്കളില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കല്യാണത്തിന് പോകാൻ പറ്റൂല, സൽക്കാരത്തിന് പോകാൻ പറ്റൂല, വിരുന്ന് പോകാൻ പറ്റൂല. ആൾക്കാർ പറയും ഓക്ക് കുട്ടികളില്ലത്രേ, ഓന് കുട്ടികളില്ലത്രേ. അല്ലാതെ ഇപ്പം എന്തായാലും കുഴപ്പമുള്ളത് ഒന്നുമില്ലല്ലോ. ആ സ്ഥാനങ്ങളൊക്കെ വേറെ അമൽ കൊണ്ട് നേടാൻ പറ്റും. ഏത് സ്ഥാനങ്ങളും വേറെ അമലുകളെ കൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. കുട്ടികളുള്ളവർക്ക് ഒരുപാട് തടസ്സങ്ങൾ പല കാര്യത്തിനുണ്ട്. ഉംറക്ക് പോകുമ്പോൾ കുട്ടികളെ കാര്യം നോക്കണം, ഹജ്ജിന് പോകുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികളെന്താ നാട്ടുകയെന്നൊന്ന് ആലോചിക്കണം, ഖുറാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികളെപ്പം എന്താ കാട്ടുകയെന്നൊന്ന് ആലോചിക്കണം. കുട്ടികളില്ലാത്തവർക്ക് ആദ്യം ഒരു കുഴപ്പമില്ല. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, നാട്ടുകാർ കളിയാക്കുന്നത്. 2 വിഭാഗമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നവർ, എന്നാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് 2 വിഭാഗക്കാരാണ്. ഒന്ന്, കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നു. കുട്ടികളില്ലാത്തവർക്കൊരു മഹത്വം ഇല്ലെങ്കിൽ ആയിഷ ബീവിക്ക് ഒരു മഹത്വം ഉണ്ടാവില്ല, റംല ബീവിക്ക് ഒരു മഹത്വം ഇല്ല, സഫിയ ബീവിക്ക് ഒരു മഹത്വം ഇല്ല. നബി തങ്ങളുടെ ഭാര്യമാരിൽ ഖദീജ ബീവിക്ക് മാത്രമേ കുട്ടികളുള്ളൂ. കുട്ടികളില്ലാത്തവർക്ക് മഹത്വമുണ്ട്, എന്നാൽ കുട്ടികളുള്ളവർക്ക് വേറെ കുറെ മഹത്വങ്ങൾ ഉണ്ടെന്ന് മാത്രം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വലിയ മഹത്തുള്ള കാര്യമാണ്. ഒരാള് അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചാൽ അതിലവനൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വലിയ മഹത്വമുള്ള കാര്യം തന്നെയാണ്. ആ മഹത്വങ്ങളെ ഉൾക്കൊള്ളാൻ, ആ മഹത്വങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വലിയൊരു പ്രത്യേകത,
ആദം നബി അലൈഹി ഇസ്ലാം മഹർ കൊടുത്തത് മുഹമ്മദ് നബിയുടെ മേലുള്ള സ്വലാത്താണ് എന്നുള്ളതാണ്. നബിതങ്ങളെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ വിജയിക്കും. അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നബിന്റെ അടുത്ത് കൊണ്ടാക്കി. പിന്നെ അനസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടാൻ ഉമ്മ വന്നിട്ടില്ല. ഇടക്കിടക്ക് ഉമ്മാനെ കാണാൻ അനസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുമായിരുന്നു. ഉമ്മാനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ അബൂ തൽഹ വിവാഹം കഴിച്ചു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയുടെ കൂടെ ഭാര്യയായി ജീവിച്ചു. അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം നബിന്റെ ഒപ്പാണ് കഴിഞ്ഞത്. ജീവിതത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊണ്ട വലിയ മനുഷ്യനാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് റബീഉൽ അവ്വൽ വന്നു പോയി, നമ്മളിൽ എന്ത് മാറ്റാണ്ടായത്? നമ്മളിലൊരു മാറ്റം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. റമദാൻ മാസം വരും ആണെങ്കിൽ ഇനി 19 റമദാനും കൂടി തരുന്ന എന്തിനാ ചോദിക്കണത്? ഒരാവശ്യമില്ല. 19 റമദാൻ ഷരീഫിൽ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു കൊല്ലം ഏറെ കഴിയുമ്പോൾ ഒരു കൊല്ലത്തെ ഈമാൻ കൂടണം, ഒരു കൊല്ലത്തെ ഹിദായത്ത് കൂടണം. ഈമാൻ കൂടുന്ന സാധനമാണ്, കൂടണ എല്ലാ സാധനവും കുറയും ചെയ്യും. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്, അൽ കഹ്ഫുകാരെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് വസിദ്നാഹും ഹുദ, അവർക്ക് ഈമാനിനെ നാം കൂട്ടിക്കൊടുത്തു. ഈമാൻ കൂടുന്ന സാധനമാണ്, കൂടുന്ന എല്ലാ സാധനവും കുറയും. എന്തെല്ലാം സാധനം കൂടുമോ അതൊക്കെ കുറയും. പുതിയതാകുന്ന എല്ലാ സാധനവും പഴയതാകും. ഈമാൻ പുതിയതാകുന്ന സാധനമാണ്. പള്ളിക്കന്ന് വെള്ളിയാഴ്ച ദിക്റിന് ഇമാം ഇങ്ങനെ പറയുമ്പോൾ ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളെ ഈമാൻ നിങ്ങൾ പുതിയതായിക്കാളി ബിലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലുണ്ടല്ലോ. പുതിയതാക്കിയില്ലെങ്കിൽ പഴയതാവും. അപ്പൊ ഇടക്കിടക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയതാക്കണം ഇടക്കിടക്ക് ഈമാന്, അല്ലെങ്കിൽ പഴയതാവും. ഈമാൻ പുതിയതാകുന്നതാണ്, ഈമാൻ വർദ്ധിക്കുന്നതാണ്, ഈമാൻ കുറയുന്നതാണ്, ഈമാൻ പഴയതാകുന്നതാണ്, ഈമാൻ നന്നാകുന്നതാണ്, ഈമാൻ കേടുവരുന്നതാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. ഈമാൻ നന്നാവണം, ഈമാൻ പുതിയതാവണം, ഈമാൻ വർദ്ധിക്കണം. ഓരോ ദിവസം കഴിയും തോറും ഈ ക്ലാസ്സിന് വന്നതിനേക്കാൾ ഈമാന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടായെങ്കിലേ ക്ലാസ് കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എത്ര ദൂരം നിന്ന് ഇവിടെ വന്നു, നിങ്ങളിവിടെ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് പന്തലൊക്കെ ഇട്ട് ഒരു ഉപകാരമില്ലാതെ പോകും. ക്ലാസ്സിന് വന്നതിനേക്കാൾ ഈമാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു.